മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? ഞങ്ങളിവിടെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ണൻ പറയും ഹാപ്പിയാണോന്ന്. കണ്ണൻ ഹാപ്പിയാണോന്ന് പറയും കേട്ടോ. കണ്ണൻ ഹാപ്പി. കണ്ണൻ ഉറക്കം വരുന്നുണ്ട്. ഞാനിപ്പോൾ അവൻ ഉറക്കാനായിട്ട് ഇങ്ങോട്ട് റൂമിലേക്ക് വന്ന സമയത്താണ്. അപ്പോൾ ഇന്നലെ ആണ് നമ്മൾ ഡിസ്ചാർജ് ആയത്. പിന്നെ വന്നിട്ടാണെങ്കിൽ ഭയങ്കര പണികളായിരുന്നു, പണിയായിരുന്നു. ഒരു 4-5 ദിവസം 5 ദിവസം വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ തുണികളാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ തുണികളും വീട്ടിലും ഇതൊക്കെ ആയിട്ട് പണിയായിരുന്നു. നടുവൊടിയണ പണിയായിരുന്നു. കുറച്ച് ദിവസം നമ്മൾക്ക് ഹോസ്പിറ്റലിൽ മിണ്ടാണ്ടിരിക്കില്ലായിരുന്നു, കണ്ണനെ നോക്കിയിരിക്കില്ലായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഞാനും കണ്ണനും പണിയെടുത്ത് വയ്യാണ്ടായി. കണ്ണൻ കുറേ തുണികൾ അലക്കി തന്നു. കണ്ണൻ അലക്കി തന്നു. ഞാൻ കൊണ്ടുപോയി കണ്ണൻ അലക്കി തരുന്നു. ഞാൻ കൊണ്ടുപോയി മുകളിൽ തോരയിടും. പിന്നെ കണ്ണൻ അടിച്ച് വാരിട്ടന്നു. അപ്പം ഞാൻ തുടച്ചു. പിന്നെ കണ്ണൻ ചോറ് വെച്ചു. അപ്പം ഞാൻ കറി വെച്ചു. അങ്ങനെ കണ്ണൻ തന്നെ ഹെൽപ്പ് ചെയ്തത് കാരണം ഞങ്ങളുടെ പണികളൊക്കെ വേഗം തീർന്നു അല്ലേ കണ്ണാ? അമ്മ ഹെൽപ്പ് ചെയ്തില്ലേ? കണ്ടില്ലേ? എൻ്റെ മുന്നോടൊന്നും പറയില്ലേ, ചിരിക്കുന്ന കണ്ടില്ലേ? കണ്ണൻ കുറേ ഹെൽപ്പ് ചെയ്ത് തന്നു ഇല്ലേ അണ്ണാ? ആരടിച്ച് വരിട്ടത്? അമ്മ. ആരക്കിട്ടത്? ആരാലക്കിട്ടത്? കണ്ണനാ, ഞാനല്ല. ആരാലക്കിട്ടത്? കണ്ണന് വയ്യാത്ത കാരണമല്ല കേട്ടോ ഈ ക്ഷീണം. കണ്ണന് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഈ ഉറങ്ങേണ്ട സമയമായി 8 മണി 8:30 ഞാൻ ഉറക്കാൻ കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സമയമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നേരത്തെ വീഡിയോ എടുക്കേണ്ട, കണ്ണന് ഉറക്കം തൂങ്ങി ഇരുന്നാൽ നിങ്ങളൊക്കെ വിചാരിക്കും ചിലപ്പോൾ കണ്ണന് വയ്യാണ്ടിരിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലോ എന്ന് കരുതി ഞാൻ ഇപ്പോൾ എടുക്കണ്ടെന്ന് വെച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ ആണെങ്കിൽ എനിക്ക് നേരം ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ നമുക്ക് റെസ്റ്റ് കിട്ടിയെങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. കുറേ കാര്യങ്ങളുണ്ട്. കുറേ ഒന്നും എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കുറേ കാര്യങ്ങളുടെ പുറകിലുള്ള ഓട്ടത്തിലായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ നേരം ഉണ്ടാവില്ല. ഈ നൈറ്റിലൊക്കെയാണ് കുറച്ച് സമയം ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ കണ്ണനിരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ കൈമയൊക്കെ മഷിയും കാര്യങ്ങളൊക്കെ. കല്യാണിക്ക് സ്കൂളിലേക്ക് കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് കല്യാണി അച്ഛനും കൊണ്ടായിട്ടിരുന്ന് കളിക്കുക. അപ്പോൾ ആ നേരത്തെ ഒരു 5 മിനിറ്റിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാ. നമുക്ക് പണികളില്ലാണ്ടോ? അമ്മ ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മനെ കാണാൻ ഭംഗിയുണ്ടോ? ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്താണ് നോർമൽ കുഞ്ഞുങ്ങളുള്ള ഞങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റുന്നില്ല, സ്വാതി എന്തിനും നല്ലതുകൊണ്ടാണ് ഒരുങ്ങി നടക്കുന്നതെന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നമുക്ക് ഒരുങ്ങണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലോ അതൊക്കെ നമുക്ക് സമയം ഉണ്ടാക്കി ചെയ്യാം. വെറുതെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാനായിട്ട് കുറേ പേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാരണം നമ്മളുടെ ചാനലെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാനോ, പക്ഷെ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക്. അതൊക്കെ ഞാൻ പറയും, പറയാതിരിക്കൊന്നുമില്ല. പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്യുക, എല്ലാവരും വെയിറ്റ് ചെയ്യ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. എല്ലാം ഞാൻ പറയും. വെറുതെ ചവറ് പോലെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. പറയുമ്പോൾ അത് എല്ലാ കാര്യങ്ങളായിട്ടാണ് ഞാൻ പറയുള്ളൂ അല്ലേ കണ്ണാ? അയ്യോ, അപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കാണ്. നമ്മളുടെ ബുക്കുകളുണ്ടല്ലോ, അത് 500 അടിച്ചത് ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്കിപ്പോൾ തോന്നുന്നു ഞാനൊരു ബുക്ക് എഴുതിയതിനേക്കാളും പണിയാണ് എനിക്കിപ്പോൾ ഇതിങ്ങനെ കൊറിയർ ചെയ്യാന്നുള്ളത്. പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ പകുതിക്ക് കിടക്കാനിടയിൽ നമ്മുടെ ഓണം വരുന്നു. ഓണം കഴിഞ്ഞ് ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികൾ അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് 1 മിനിറ്റ് എനിക്ക് റെസ്റ്റ് ഇല്ലാണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നേരം ഉണ്ടായിട്ടല്ല നമ്മൾ ഈ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളും എല്ലാമായിട്ട് നിൽക്കുന്നത്. നമുക്ക് നേരമില്ല, ഒന്നിനും നേരമില്ല. അതിൻ്റെ ഇടയിൽക്കൂടി ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും അതിൽ അഭിമാനമേ ഉള്ളൂ. എന്നെക്കൊണ്ട് അതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. അല്ലെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ആത്മവിശ്വാസത്തിനൊന്നും എനിക്കൊരു കുറവും വരാൻ പോകുന്നില്ല. എനിക്ക് ആകെ ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ കണ്ണന് വയ്യായകളൊന്നും വരാതെ അവനെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, അവന് ഒരു വിഷമങ്ങളില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക. എൻ്റെ കല്യാണി മോളെ ആണെങ്കിലും എനിക്ക് നല്ലതുപോലെ നോക്കുക. അവളുടെ പഠിപ്പും കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുക. എപ്പോഴും ഈ മുഖത്ത് ഈ ചിരി ഉണ്ടായിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതെ, അതിനെ കളിയാക്കാം. ഈ കുഞ്ഞുമുഖത്ത് ഈ കുഞ്ഞിച്ചിരി ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ഈശ്വരനോട് പ്രാർത്ഥന. അതിൽ കൂടുതൽ ഒരു പ്രാർത്ഥന എനിക്കില്ല. ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് പറയണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെറുതെ പറയണമെന്നേ ഉള്ളൂ.
ആ ഈ കുഞ്ഞിച്ചിരി എപ്പോഴും ഇങ്ങനെ കേട്ട് എന്നെ കളിയാക്കാനായിട്ട് ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ. ഞാൻ എന്ത് മണ്ടത്തരങ്ങൾ കാണിച്ചാലും എന്നെ കളിയാക്കാനായിട്ട് ഒരാളുള്ളതാണ്. ഞാൻ എന്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് ഒരാളുള്ളതാണ് അല്ലേ കണ്ണ? പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെന്ന്. അങ്ങനെ ഒരാൾ നമ്മളുടെ ചാനൽ കാണണ്ട കേട്ടോ. നമ്മൾക്കൊരു വ്യൂ കയറിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടായിക്കോട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് ആരും നമ്മളുടെ ചാനൽ കാണണ്ട. നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, നമ്മളിഷ്ടമാണ്, നമ്മൾ ജെന്യുവിനാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കാണാം. അല്ലാതെ ഒരാൾക്ക് ദാനം കൊടുക്കുന്നത് പോലെയാണ് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ചാനൽ കാണുന്നത്. അങ്ങനത്തെയൊക്കെ കുറേ ഇതുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ആരും നമ്മൾക്ക് ദാനം തന്നുകൊണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടമില്ലാണ്ടിരുന്ന് കാണണമെന്ന് എനിക്ക് യാതൊരു വക നിർബന്ധവുമില്ല. നമ്മളിഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കാണുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരിക്കലും നമ്മളുടെ വീഡിയോസിലോ ചാനലിലോ വന്നിരുന്നിട്ട് ഒരിക്കലും ഞാൻ ദാരിദ്ര്യം പറഞ്ഞിട്ടില്ല, ഞാൻ പറയൂല, ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്നോ എൻ്റെ മോനെ ചികിത്സിക്കാൻ പൈസ ഇല്ലയെന്നോ ഒരു കാര്യം ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മളൊക്കെ അത്രയും അങ്ങോട്ട് ഇല്ലായ്മയിൽ ജീവിച്ചിട്ടുള്ളവരല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഒട്ടുമില്ലാത്തൊരു ജീവിത രീതിയിൽ ജീവിച്ചിട്ടുള്ളവരല്ല ഞങ്ങൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു പട്ടിണിയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് ജീവിച്ച് പോന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾക്കിടയിൽ ഈ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനായിട്ടുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് യാദൃശ്ചികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കടൻ്റെ അസുഖമാണ്. കടൻ്റെ അസുഖമാണ് നമ്മളുടെ എല്ലാ കണക്കുകൂട്ടലുകളും നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചുള്ളത്. ഞങ്ങൾ അത്യാവശ്യം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് 10-15 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറി വിളിച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഗോൾഡും എനിക്ക് അത്യാവശ്യം വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗോൾഡുകളും എടുത്തു. അതുപോലെ ഒരു കുറി വെച്ചിട്ടുണ്ടായിരുന്നു, ആ കുറിയും വിളിച്ചു. അങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ആ പൈസ കൊണ്ട് നമ്മുടെ വീട് പണിയുടെ മുഴുവൻ പരിപാടിയും തീർക്കാം. ആ സമയത്ത് കണ്ണൻ്റെ പെരുവിളി നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 6 മാസത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം മോനെയും കൊണ്ട് ഞാൻ തനിച്ച് വേണമല്ലോ അങ്ങോട്ടേക്ക് വരാനായിട്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ടെങ്കിലും അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ അച്ഛനന്ന് വയ്യാതെ കിടക്കുക, അമ്മയാണെങ്കിലും പ്രായമായത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള പരിമിതികളുണ്ട്. കാരണം അവരെ നോക്കാനായിട്ട് ആളുകൾ വേണം. അങ്ങനത്തെ അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മോനെയും കൊണ്ട് വരുമ്പോൾ 6 മാസമൊക്കെ എത്തിയിട്ട് വരാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് കണ്ണന് വയ്യാണ്ടാവുന്നത്. കണ്ണന് വയ്യാണ്ടായതോട് കൂടിയാണ് നമ്മൾ ഫിനാൻഷ്യലി ആകെ പ്രശ്നത്തിലാവുന്നത്. അല്ല കണ്ണൻ നോർമലായിട്ട് കണ്ണന് അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു പൈസ കൊണ്ട് നമ്മളുടെ വീട് പണി കഴിഞ്ഞു മോനുമായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കേണ്ടതാണ്. നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഒരു ടൈറ്റും വരില്ല, ഒരു ബുദ്ധിമുട്ടുകളും വരില്ലായിരുന്നു. ആ വീട്ടിൽ നമ്മളുടെ ആഗ്രഹിച്ച് നമ്മൾ പണിത ആ വീട്ടിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു. പക്ഷെ കണ്ണന് ആ ഒരു അസുഖം വന്നതോടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. വീട് പണി എത്രത്തോളം ആയോ അതിന് മാറ്റി വെച്ചിരുന്ന പൈസയും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഹോസ്പിറ്റൽ കേസ് കൊണ്ട് നമുക്ക് വന്നു. നമ്മൾ ഫിനാൻഷ്യലി ടൈറ്റ് വരാനായിട്ടുള്ള കാരണം അതാ. അല്ലാതെ നമ്മൾ അതുവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ബാധ്യതകളില്ല, കടങ്ങളില്ല, അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ പോയത്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരേ ഒരു ബാധ്യത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിട്ട് വന്നത് കണ്ണൻ്റെ അസുഖമാണ്. അല്ലാതെ ഞങ്ങൾ ദാരിദ്ര്യം പിടിച്ച് ജീവിച്ചിരുന്നവരൊന്നുമല്ല കേട്ടോ. ചിലവരൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും യാത്ര പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില കമൻസൊക്കെ വരും. ഇല്ല എന്തിനാ ഇത് നമ്മളുടെ ഓരോ ഇതുകളും കണ്ടു കഴിഞ്ഞാൽ കുറേ പൈസ ഉള്ളത് പോലെയാണ്. നമ്മൾ പൈസ ഇല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ? അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ദാരിദ്ര്യത്തിലാണെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകളുണ്ട്, ആർക്കാ ബുദ്ധിമുട്ടുകളില്ലാത്തത്? പോരാത്തതിന് ഒരു ചികിത്സ അങ്ങനെ നടന്നു പോകണം, വയ്യാത്തൊരു കുഞ്ഞുണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ ചേട്ടനാണെങ്കിൽ ചെറിയൊരു ജോലിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല.
ഓരോരുത്തരും പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് 10 പൈസ ഇല്ലാണ്ടിരിക്കുന്ന ആളാണ്, എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോയിൽ വന്നിരുന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ എന്താ നമ്മുടെ നടത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൈസ ഉള്ളത് പോലെയാണെന്നൊക്കെ പറയുന്നത്. ഞാൻ പൈസ ഇല്ലയെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ അങ്ങനെയുള്ള കമൻസുകളും കാര്യങ്ങളൊക്കെ വരേണ്ടതായുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അത്ര ദാരിദ്ര്യം പിടിച്ച് ജീവിച്ചിട്ടുള്ളവരല്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ താളപ്പിഴകൾ വന്നിട്ടുള്ളത് ഈ മോൻ്റെ അസുഖം ഒരു 2014 മുതൽക്കാണ് നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ടൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അതുവരെ അത്യാവശ്യം സാധാരണ ചേട്ടൻ ജോലിക്ക് പോയി നമ്മുടെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിച്ച് പോകാവുന്ന കാര്യങ്ങളും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോരുന്നൊരു ഫാമിലി ആയിരുന്നു. അതിനിടയിലൊരു വലിയ വില്ലനായിട്ട് വന്നതൊരു അസുഖമാണ്. അസുഖത്തിന് ശേഷമാണ് ഫിനാൻഷ്യലി ഞങ്ങൾക്ക് കുറച്ച് ടൈറ്റൊക്കെ വരാനായിട്ടുള്ള കാരണം. അല്ലാതെ നമ്മൾ അത്ര വലിയ ദാരിദ്ര്യം പിടിച്ച് ജീവിച്ചിട്ടുള്ളവരൊന്നും അല്ല കേട്ടോ, അല്ലേ കണ്ണാ? പക്ഷെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഇപ്പോൾ ചെയ്ത് നമ്മളിപ്പോൾ നിർത്തിവെച്ച ട്രീറ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് പൈസയൊക്കെ നമ്മളുടെ കയ്യിൽ നിന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് കുറേ ബാധ്യതകളൊക്കെ വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്താ പറയുക, കുറേ പേര് ഭയങ്കര കാട് കയറിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ക്ലിയറാക്കി പോയെന്നേ ഉള്ളൂ കേട്ടോ, അല്ലേ കണ്ണാ? അപ്പോൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ റെസ്റ്റ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് റെസ്റ്റ് ഇല്ലാത്ത ഓട്ടത്തിലായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും ഞാൻ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. എൻ്റെയും സൗണ്ടൊക്കെ പോയിരിക്കാം, വേറെ ഒന്നുമല്ല, സൗണ്ട് പോകാൻ കാരണം കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംസാരം ഭയങ്കര കൂടുതലാണ്. എപ്പോഴും ഈ ഫോൺ കോളുകൾ വരുമ്പോഴേ നമ്മളിങ്ങനെ സംസാരിച്ച് സൗണ്ടൊക്കെ പോയി തന്നെ വേണം പറയാൻ. ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ പിന്നെ ഫോൺ കോളുകളൊന്നും എടുക്കാറുമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ മോനിപ്പോൾ വയ്യ, കഫക്കെട്ട് സ്വാഭാവികം, അഡ്മിറ്റ് ആയെങ്കിൽ പോലും ആ ഒരു സമയത്ത് പോലും എനിക്ക് ഒരു സമാധാനം തന്നിരുന്നില്ല. സോഷ്യൽ മീഡിയ തന്നെയാണ് അതിന് കാരണം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഒരുപാട് എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾക്കെതിരെ അപവാദങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ താഴ്ന്ന് നിൽക്കും എല്ലായിടത്തും. ആരെയും അങ്ങോട്ട് മെക്കിട്ട് കയറാൻ പോകാറില്ല. പക്ഷെ ഇങ്ങോട്ട് മെക്കിട്ട് കയറി കഴിഞ്ഞാൽ താഴ്ന്നു കൊടുക്കാനും എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ ചിലർക്കൊക്കെ അതുകൊണ്ട് നമ്മൾ തുറന്നു പറയുന്നവർക്ക് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കൾ കൂടുന്നു പറയില്ല. അപ്പോൾ അതേപോലത്തെ ഒരവസ്ഥയിലും കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എന്താ പറയുക, നമ്മളൊരിക്കലും തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് റെസ്റ്റ് ഉണ്ടാവില്ല, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ റെസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ മോനെ നോക്കിയിരിക്കലായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എക്സ്ട്രാ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മുതൽക്ക് ഞാൻ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ പണി തന്നെയാണ്. പിന്നെ കണ്ണന് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം കുഴപ്പമൊന്നുമില്ല. ഉറങ്ങിയാ? ഹലോ ഉറങ്ങിയാ? നിങ്ങളൊന്ന് പറഞ്ഞേ, കണ്ണൻ ഉറങ്ങിയാ? മുഖം കാണണില്ല, ഞാൻ നോക്കട്ടെ. കണ്ണനുറങ്ങിയ നമ്മുടെ പല്ല് കെട്ടിയതേ, നമ്മുടെ പല്ല് കെട്ടിയത് പല്ല് ശരിയായി തുടങ്ങിയിട്ടുണ്ട്. ഗ്യാപ്പ് ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്യാപ്പായിരുന്നു. ഞാനപ്പോൾ ഒരു 15 വയസ്സുള്ള സമയത്ത് പല്ല് കെട്ടിട്ടുണ്ടായിരുന്നേ. അന്ന് ചെറിയ പൊന്തലൊക്കെ ആയിട്ടാണ് കെട്ടിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കെട്ടുമ്പോൾ പല്ല് എടുക്കുമല്ലോ, അപ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് 10th എക്സാമൊക്കെ വന്നപ്പോൾ എനിക്കാണെങ്കിൽ വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ പൊട്ടലുകളൊക്കെ വന്നിട്ട് ഫുള്ള് ഗ്യാപ്പ് ഫില്ലാവുന്നതിന് മുൻപ് കമ്പി എടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചായപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കൂടി വരാം. അപ്പോൾ വിചാരിച്ചു ഗ്യാപ്പ് ഫില്ലാക്കാനായിട്ട് കട്ടയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് നാൾ മുൻപ് ഞാൻ കൊടകരയുള്ളപ്പോൾ ശാന്തി ഹോസ്പിറ്റലിൽ പോയിട്ട് പ്ലെയിൻ കമ്പി യൂസ് ചെയ്തിരുന്നു. അത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ കമ്പി യൂസ് ചെയ്യുമ്പോഴേ അത് ഊരിയൊക്കെ വയ്ക്കാമല്ലോ. അപ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അപ്പോൾ ഊരി വയ്ക്കും, കണ്ടിന്യൂസ് ഇടാറില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് പോലെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളത് കാരണേ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം 30 വയസ്സ്, ദൈവം സഹായിക്കുകയാണെങ്കിൽ ഒരു 20 കൊല്ലം കൂടെ ജീവിക്കുകയാണെങ്കിൽ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ തട്ടിപ്പോവുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 20 കൊല്ലമെങ്കിലും ഒന്ന്
കോൺഫിഡൻസോട് കൂടെ ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു സത്യം പറഞ്ഞാൽ. സൈഡിൽ ഗ്യാപ്പ് ഉള്ളപ്പോൾ ചിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അപ്പോൾ ഒരു 20 ചിലപ്പോൾ നമ്മൾ അത്രയൊന്നും പോയില്ല കേട്ടോ. പോട്ടെ 40 വയസ്സ് വരെ നിൽക്കുകയാണെങ്കിൽ ഒരു 10 കൊല്ലം കൂടെ എനിക്ക് ഒന്ന് എന്ന് പറഞ്ഞ് ചിരിക്കാമല്ലോ അല്ലേ കണ്ട എന്ന് പറഞ്ഞ് ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാട്ടോ. അപ്പോൾ 6 മന്ത് കൊണ്ട് ഇത് കറക്റ്റ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, അതവിടെ കിടന്നോളൂല്ലോ വായയിൽ. നമുക്ക് കയറിയിരിക്കൊന്നും വേണ്ടല്ലോ കമ്പിമേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി ടൈറ്റ് അല്ലേ കണ്ട, വായയിൽ കമ്പിയിലൊന്നും പോയി കയറിയിരിക്കൊന്നും വേണ്ടല്ലോ. കണ്ണൻ എന്നെ കൊണ്ട് ഇടിയിച്ചതാണ്. കാരണം അമ്മ ഒന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് ഗ്യാപ്പൊക്കെ ഫില്ലാവുണ്ടെങ്കിൽ കണ്ണനോടൊന്നെന്ന് പറഞ്ഞിരിക്കുക. കണ്ണൻ തന്നെ പരീക്ഷണ വസ്തുവാക്കിയതാ അല്ലേ കണ്ണ, പരീക്ഷണ വസ്തുവാക്കിയതാ. അപ്പം ഞാൻ എൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ലാവോ നോക്കട്ടെ, എന്നിട്ട് വേണം കണ്ണനിടാനായിട്ട് അല്ലേ. ഒരു 20 അല്ലെങ്കിൽ നമ്മളൊന്ന് കോൺഫിഡൻസോട് കൂടെ ചിരിച്ച് ഞാനും എൻ്റെ കണ്ണനും കൂടെ സുന്ദരന്മാരായിട്ട് നടക്കട്ടെ അല്ലേ കണ്ണനും അമ്മയും കൂടെ സുന്ദരനായിട്ട് നടക്കട്ടെ. അല്ല പിന്നെ ആർക്കും അതിന് ഇത്ര വലിയ കുശുമ്പ് അല്ലേ? ആരുണ്ടാ കുശുമ്പ് എടുക്കണവർ? ആര് തന്നെ കുശുമ്പെടുത്താലും നമ്മളെന്തിനാ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരെയൊക്കെ വെറുതെ ഇപ്പം എന്താ പറയുക, ഒരു നല്ല സാരിയൊക്കെ എടുത്ത് നടന്നാലും അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാലും അത് കാശുള്ളവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആരും അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. ഇപ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയിലൊക്കെ നടക്കുക. 10 പൈസ കയ്യിലുള്ള നടത്തിയാണ്ടല്ല എന്തല്ലെങ്കിൽ അവൻ്റെ നടത്തിയ അങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ വെറുതെ ചൊറിയാന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഒരു ഇത്. അത് നമുക്ക് ആർക്കും തിരുത്താൻ പറ്റില്ല. പിന്നെ ചില കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ക്രിയേഷനാണ്, വെറുതെ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ അറിയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോട്ടെ. ഞാൻ ഇപ്പം ഇങ്ങനെ അവിടെ ഇടുന്നതോടെ അത് പറയുമ്പോൾ ആർക്കും ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, അറിയുന്നവർക്ക് അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഞാൻ ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ചിലപ്പോൾ കുറയേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുവരെ ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് പോവും. കണ്ണനും എന്നെ വീട്ടിൽ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലത്തെ പണിയൊക്കെ വേഗം കഴിയും. കിടക്കാൻ പോവാം കേട്ടോ, കണ്ണൻ്റെ സമയമായി. കണ്ണൻ ഇനിയിപ്പോൾ ഉറക്കം തൂങ്ങി ഇത് വീണാ. അയ്യോ കണ്ണൻ ഉറങ്ങി, ഞാൻ ഉറക്കട്ടെ കണ്ണനെ. കണ്ണൻ ഉറങ്ങിയിട്ടാ അച്ചുടോ, ഉറങ്ങി ഉറക്കാന്ന് പറഞ്ഞ് കൊണ്ടെന്താ. അപ്പോഴാണ് ക്യാമറയും പിടിച്ച് വെച്ചിരിക്കണേ അമ്മ. അപ്പോൾ ടാറ്റ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ണൻ ഓക്കെ ആയിട്ടോ, കണ്ണൻ്റെ കാര്യം പറഞ്ഞില്ലേ അല്ലേ? കണ്ണൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ കണ്ണൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. പിന്നെ ഇനിയും കഫക്കെട്ടൊന്നും കൂടിയിട്ട് ഇനിയും അങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പീഡിയാട്രീഷ്യനാണെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് കണ്ണൻ 5 മാസത്തിൽ വയ്യായി വന്നപ്പോൾ തൊട്ട് നമുക്ക് അറിയുന്ന ഡോക്ടറാണ്. അപ്പോൾ പരമാവധി കണ്ണനെ ആൾക്ക് വേദനിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. നമ്മൾ ഈ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് ജീവിച്ചും കൊണ്ടിരിക്കുന്നത്. പിന്നെയും ആരെ കുത്തി നോവിപ്പിക്കുക എന്ന് പറയുന്നത് മനസാക്ഷിയുള്ള ഒരാളും ചെയ്യില്ലാത്ത കാര്യം. അപ്പോൾ പീഡിയാട്രീഷ്യനാണെങ്കിൽ കണ്ണൻ്റെ അന്ന് ഓക്സിജനൊക്കെ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടേഴ്സാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്സിജൻ ലെവലിലൊക്കെ ഇത് വന്നപ്പോൾ പിന്നെ ക്യാനിലേക്ക് കുത്തി മരുന്നും ഒക്കെ അധികം കൂടെ കയറ്റി. പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് കയ്യിൽ കുത്തതേ ഇപ്പം ഇവിടെ പാടുണ്ട്, കയ്യിൽ കുത്തൽ, മൂക്കിൽ കുന്താം, അത് എന്നൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ കൊച്ചിൻ്റെ അതൊക്കെ ഊരി വലിച്ച് കളഞ്ഞ് നമുക്കിതൊക്കെ മെഡിസിനായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടറൊക്കെ ഊരി കളഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഷൈലേച്ചി കണ്ണൻ്റെ പല്ലിൻ്റെ കേസൊക്കെ വന്ന സമയത്ത് ചേച്ചിയുടെ മോനാണെങ്കിൽ വലിയ കുട്ടിയായിരുന്നേ, 30 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ, വർഷങ്ങൾ കുറച്ചായി. അപ്പോൾ ഞാൻ പല്ലിൻ്റെ കേസൊക്കെ വന്നപ്പോൾ ചേച്ചി ഇങ്ങനെ മോന് പല്ലിൻ്റെ ഒക്കെ എടുക്കേണ്ടതൊക്കെ പറയണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഷൈലേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വാതി, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ ഒരുപാട് ദിനം പ്രതി അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി അവരെ മാക്സിമം വേദന എടുപ്പിക്കാതെ നോക്കുക. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ സൗണ്ട് പോയി. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇപ്പം ശരിയായി. ഇവിടെ ആരെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അയാളെ ഞാൻ ഇറങ്ങടാ എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സിന് വേണ്ടി ഫിസിയോതെറാപ്പി അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ട്രീറ്റ്മെൻറ്റുകൾ കുട്ടികളിട്ട് വലിച്ചു മുറിക്കും കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ CP കുട്ടികൾക്ക് എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഒരു ലെവൽ വരെ അവരുടെ വ്യത്യാസങ്ങൾ പോവുള്ളല്ലാതെ അവരൊരിക്കലും നോർമൽ കുഞ്ഞാവില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥയാണ്. അത് ആവുന്നവരുണ്ടായിരിക്കാം, പക്ഷേ
ഒട്ടും ഒന്നുമില്ലാത്തൊരു കുഞ്ഞ് പെട്ടെന്ന് ഒരിക്കലും നോർമൽ കുഞ്ഞിൻ്റെ പോലെ ആവില്ല. കൊച്ചുണ്ടെങ്കിൽ വ്യത്യാസങ്ങളൊക്കെ കാണുമെന്നല്ലാതെ നമുക്ക് എന്താ പറയുക, ഒരു 80% അങ്ങനെയാണ്. ഒന്നുമില്ലാതെ കിടപ്പ് രോഗിയായിട്ടുള്ളൊരു CP കുട്ടി സാധാരണ ഒരു കുഞ്ഞിനെ പോലെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലാതെ. അപ്പം ഇങ്ങനെയുള്ളൊരു കുഞ്ഞുങ്ങളെ പിന്നെയും നമ്മൾ അവർ നടക്കാനായിട്ട് അല്ലെങ്കിൽ അവർ നോർമൽ കുഞ്ഞാവാൻ വേണ്ടി അവരിട്ടിങ്ങനെ വേദനിപ്പിച്ചും കൊണ്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല അല്ലേ. അപ്പം മോൻ്റെ ഇതൊക്കെ മാറ്റിയപ്പോഴേ എനിക്ക് ആ ഡോക്ടറെ അടുത്ത് സത്യം പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയത്, നമ്മുടെ കാണിക്കുന്ന പീഡിയാട്രീഷ്യൻ്റെ അടുത്തേ. കാരണം മോൻ അല്ലെങ്കിൽ തന്നെ വേദനകൾ അനുഭവിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ അവിടെ ഇവിടെയും കുത്തിയും കൊണ്ട് അവന് വേദന അനുഭവിപ്പിക്കേണ്ട എന്നുള്ള ഡോക്ടറുടെ ആ ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി കേട്ടോ നമ്മുടെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത്. അല്ല വേണ്ട, അയ്യോ പിന്നെ ഞാൻ മാട്രിയിൽ നിന്ന് ഫോണിൽ എടുക്കേണ്ട കാര്യം മറന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.